എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. കാലത്ത് എൻ്റെ മോനെ മോർണിംഗ് റൈഡ് ഇജാതി പോസിറ്റീവ് വൈബ് ഒന്നൊന്നര ഫീലാണ് കേട്ടോ. ഇന്ന് നമ്മൾ ആക്ച്വലി മോർണിംഗ് റൈഡ് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ ക്ലബിൻ്റെ ഒപ്പം കേട്ടോ. നമ്മളെപ്പോഴും പോകാറില്ലേ അവരുടെ ഒപ്പം. എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏഴാറ്റുമുഖം. കഴിഞ്ഞ വട്ടം ചാലക്കുടി പോയിട്ട് ചെക്ക് ഡാമിൽ ഓവർഫ്ലോ ആയിട്ട് നമ്മളൊരു സംഭവം നിർത്താണ്ട് പോകുന്നില്ലേ, ചെക്ക് ഡാം ക്രോസിങ് ഫെയിൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ ചിലപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോണത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാലത്ത് നിങ്ങൾ മടി പിടിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ സൈക്കിൾ എടുത്ത് ഇറങ്ങുക ഗൈസ്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ റൈഡ് ഇവിടെ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏഴാറ്റുമുഖത്ത് എങ്ങാനും കണ്ടു കഴിഞ്ഞു അങ്ങോട്ടില്ല. എവിടെ വരുള്ളൂ? ആ അപ്പോൾ ഇപ്പം എങ്ങടെ പോണേ? ഏത് ഏഴാറ്റുമുഖമായോ? ഒരു ബാക്കപ്പ് വണ്ടി വേണം. പഞ്ചറും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. പഞ്ചർ കിറ്റ് ഒരു തോറ്റത്തിന് ഇറങ്ങി പോകുന്നതാ. എത്ര പേരുണ്ടെന്ന് ഇപ്പൊ കണ്ടോളൂ അല്ലേ? ആ സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട്? ആഫ്റ്റർ ലോങ് ടൈമാണ് ഇവരൊക്കെ കാണുന്നത് കേട്ടോ. ജേഴ്സിയില്ല തിരിച്ചേ ഏഴാറ്റുമുഖമായോ? എൻ്റെ മോനെ ഇനിയിപ്പോൾ ഇവിടുന്ന് എല്ലാവരും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കി ബസ് നോക്കി ഷാമുലി .com കേട്ടോ. എന്തായി കുറേ നാളെല്ലാം കണ്ടിട്ട്? എന്നിട്ട് ആ വർക്കുണ്ട്. ആ പണി എന്നിട്ട് എത്ര പേര് നമ്മൾ ഇത്ര പേരുള്ളൂ? ഇനി ഒരു രണ്ടാൾ അവിടെ ഉണ്ട്. അവിടെ എത്താണ്ട് വഴി നീളം ആൾക്കാരെ എടുത്തുകൊണ്ട് പോവാം. എന്തൊക്കെയുണ്ട്? നമസ്കാരമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്യണോ? നിങ്ങളും പോവാ? വർക്കുണ്ടാവും. സൺഡേ ഹോളിഡേ വർക്കിംഗ് ഡേയാ? സൺഡേ വർക്കിംഗ് ഡേ. നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ ആദ്യത്തെ സ്റ്റോപ്പ് കേട്ടോ. ഇവിടെ ചായ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടേ പോകുള്ളൂ. ഇത് പക്ക ടൂറിങ് കാറ്റഗറിയാണ് കേട്ടോ. ആ ഒരു ഇതിലാണ് ഇവിടെ ലൈക്ക് സിമ്പിളായിട്ട് പയ്യെ റൈഡ് ചെയ്ത് സാധനം ചെയ്യാട്ടോ. ചേട്ടാ ഒരു ബ്രൂ കാപ്പി തരുമോ? ആ മധുരം കുറവ് കേട്ടോ. ആ ഞാനൊരു ബ്രൂ കാപ്പി പറഞ്ഞിട്ടുണ്ട്. കാലത്ത് ഞാൻ സൈക്കിൾ ഓടിക്കണേക്കാട്ടും മുന്നേ 2 ബ്രെഡും അതിൻ്റെ ഇടയിൽ ചീസും വെച്ച് കഴിച്ചിട്ടാണ് വന്നത്. കാപ്പി ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ജൂണോനെ ഇപ്പോൾ 2 ദിവസമായിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നേ അത് ഞാൻ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാൻ പതിവ്. കാലത്ത് 5 മണിക്കൊക്കെ എണീറ്റിട്ട് പുറത്ത് പോയി നിർത്തും. നല്ല ഫുഡൊക്കെ കൊടുക്കണേ. അതുകൊണ്ട് ചിലപ്പോൾ ഭയങ്കര ഡൈജഷൻ 24 മണിക്കൂറും കക്കുസേവൊക്കെ അപ്പിയിട്ടുള്ള പണി കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഇരട്ടി പണിയാണ്. അയ്യോ 5 മണിക്കൊക്കെ പുലർച്ചെ ഒക്കെ എണീറ്റ് അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും. ഇപ്പോൾ ടോയ്ലറ്റ് പുറത്ത് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ കൂട്ടിൽ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഫുഡ് കാപ്പി വാങ്ങിയിട്ട് നമുക്കിവിടുന്ന് പയ്യെ നീങ്ങാം കേട്ടോ. ടോട്ടൽ എനിക്ക് 40 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ ജാവയുടെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ജാവ S3 അതുപോലെ തന്നെ മാറിൻ്റെ ഇത് മോഡൽ ഏതായിരുന്നു? മാറിൻ ഗെസ്നാൾട്ട്. ഓ മറ്റേ സാധനം വായ കൊള്ളാത്ത പേരിലൊരു മോഡൽ കേട്ടോ. ഇത് പെർഗാമോണ്ട് ബറ്റാലിയൻ ഉണ്ട്. അടിപൊളിയാണ്. ഏതാ ഗ്രൂപ്പ് സെറ്റ് വരുന്നതിൽ? സോറ ഗ്രൂപ്പ് സെറ്റ് എത്ര വരുന്നുണ്ട് അതിന്? ആ എത്രയാ? 54 അല്ലേ? സോറ ഗ്രൂപ്പ് സെറ്റ് എയറോ കാർബൺ ആണോ? കാർബൺ ഫോർക്ക് 54 ഉള്ളൂ കേട്ടോ. ബ്രൂ കാപ്പി ഞാൻ താങ്ക് യു. നമ്മുടെ ബ്രൂ കാപ്പി കിട്ടി. കൊള്ളാം. ഇത് കുടിച്ചിട്ട് ഇനി പയ്യെ നീങ്ങാട്ടോ. നമ്മൾ പോണ റൂട്ട് ആക്ച്വലി ചാലക്കുടിയിൽ നിന്ന്
നമ്മൾ കഴിഞ്ഞ വട്ടം പോയിട്ടുണ്ടായിരുന്നില്ലേ ഒരു സ്ഥലം, അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ വിട്ടു പോയിട്ടോ. നിങ്ങൾ തൊട്ട് മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഭയങ്കര ചെക്ക് ഡാമിൽ ഒഴുക്ക് കൂടുതലായിട്ട് നമുക്കത് ക്രോസ് ചെയ്യാൻ പറ്റാണ്ടിരുന്നിട്ട് ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സെയിം റൂട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇടവഴി കയറി പോണില്ല. പഴയ ഓൾഡ് ഹൈവേ വഴി സിഗ്നലിൽ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഓൾഡ് ഹൈവേ ആണ് കേട്ടോ, പഴയ ഹൈവേ. നമ്മൾ പുതിയ ഹൈവേന്ന് ചാലക്കുടി സർവീസ് റോഡ് എടുത്തിട്ട് അവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് പോണത്. ഇവിടെ നിന്ന് ഒരു 18 കിലോമീറ്റർ ഉള്ളൂ. ശരിക്കും ആ റൂട്ടിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിരപ്പള്ളി ചാലക്കുടിയിൽ നിന്നാണ് തിരിഞ്ഞു കഴിഞ്ഞാൽ കുറേ ചെക്ക് ഡാമുകളും അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട്. കാരണം ചാലക്കുടി പുഴ പോണതല്ലേ. ചാലക്കുടി പള്ളി കേസ്, ചാലക്കുടി പള്ളി ഇവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് നമുക്ക് പോകണ്ട കേട്ടോ. ചാലക്കുടി പള്ളി ഇനി ഇവിടെ നിന്ന് തിരിഞ്ഞ് ഇനി ഒരു 15 കിലോമീറ്റർ കേട്ടോ. ആ അറ്റത്താണ് കേട്ടോ നമ്മൾ അന്ന് അവിടെ ഒരു ചെറിയൊരു ബണ്ട് എനിക്ക് കാണാണ്ട്. ഗോപ്രോയിൽ എത്ര വിഷ്വല് കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അവിടേക്കായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഈ തവണ നമ്മളിത് ഈ പാലം കയറി അവിടേക്ക് ആര് പോയിട്ടുണ്ടായിരുന്നു. ഈ പാലം കയറിയിട്ട് ചെറിയ ചെക്ക് ഡാം ഒഴുക്ക് ഭയങ്കര കൂടുതലാന്ന് പറഞ്ഞിട്ട് ആ പേര് ഓർമ്മയുണ്ടാ? എന്തൊരു പേരായിരുന്നു അത് ആ ചെക്ക് ഡാമിന്? CSR ചെക്ക് ഡാം. CSR ഒരു പള്ളിയുടെ സൈഡിൽ. KRS അല്ല, KRS ടയർ. CSR ആ ഒരു പള്ളിയുടെ സൈഡിൽ കൂടെ ഉള്ളത്. ഇപ്പോൾ മനസ്സിലായി. പോത്തർച്ചയും ബീഫിൻ്റെ സ്റ്റാളൊക്കെ ഉണ്ടല്ലോ. ഞായറാഴ്ച കുറച്ച് ബീഫും കൂട്ടി അങ്കമാലി സ്റ്റൈലില് വണ്ടി തിരിക്കണ. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് നേരെ വേറെ സൈഡാണ് കേട്ടോ. ആൾക്കെന്തൊരു പറ്റിയെന്ന്? പഞ്ചറായതാ? അത് അങ്ങോട്ട് നടക്കണ്ടായിരുന്നു. തെറിച്ചു പോയതാ പഞ്ചറായതാണാ? എന്തോ അതെ ദിവസമാണെങ്കിൽ കുറച്ചുകൂടി തിരക്കണായിരുന്നു. നമ്മളിപ്പോൾ നിർമ്മല ഇൻസ്റ്റിറ്റ്യൂഷൻ നിന്ന് ആണ് കേട്ടോ. കോളേജ് കൊള്ളാട്ടാ. മറ്റേ ടർഫൊക്കെ ഉണ്ട്. ആ ഗ്രൗണ്ട് നോക്കിയേ. മറ്റേ ഇതല്ല, ഇതൊന്നും അവിടേക്ക് നോക്കിയോ. ഇത് കൊടുക്കത്ത സ്ഥലമാട്ടാ, ഹെവി സാധനം. നോക്കിയാ നിർമ്മല കോളേജ് ഓഫ് എഞ്ചിനീയറിങ്. അവിടുത്തെ ഗ്രൗണ്ട് കണ്ടാ, ചെറിയൊരു ടർഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ചേട്ടാ ഏഴാറ്റുമുഖം അവിടെ എങ്ങനെയാ റൂട്ട്? ഇതാ അവിടെ കേട്ടാ. ഇത് കൊള്ളാൻ കഴിച്ചു. ഈ കോളേജിൽ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. നിർമ്മല കോളേജ് ഓഫ് എഞ്ചിനീയറിങ്. ഏഴാറ്റുമുഖം എങ്ങനെയാ ചേട്ടാ റൂട്ട്? നേരെയല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ്. ഇവിടെ ബസ് റൂട്ടാണത്. ഏതെന്താ പൂലാനി ചില്ലി പൂവും എന്തൊക്കെ പേര് കേട്ടോ, എനിക്ക് വായിക്കാൻ കിട്ടണല്ലേ. അതിൻ്റെ ബോർഡ് ആരെങ്കിലും വായിച്ച? അടിച്ചില്ല അടിച്ചില്ലി എന്നുണ്ട പേര്. എന്നിട്ടുണ്ടായ പഞ്ചർ തന്നെയാണോ? അതോ പഞ്ചർ തന്നെയാ? കല്ലുമ്മ കയറിയപ്പോഴേക്കും പഞ്ചറായി. അതെ ബ്രാഹ്മണൻ. ഒന്നുകൂടി നോക്കിയാക്കട്ടെ, ഇനി വീണ്ടും പണി വരണ്ട. ഈ കട തുറക്കണവരെ നിൽക്കാം അവിടെ. ആരൊക്കെ സ്പീക്കർ പാട്ട് വയ്ക്കണോ? ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടല്ലോ. സോഡ ഓപ്പണറാ? കാന്തണ്ട്. സ്പീക്കർ തന്നെയാ. സ്പീക്കർ തൂക്കിയിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് ആരെയും അടപ്പാൻ വരാ. 1.5 കിലോ 100 അതായിരിക്കും തോന്നുന്നു. ചിലപ്പോ പറയാൻ പറ്റില്ല. ഇവിടെ മീൻകടി ഒന്നല്ല. ഇനിയിപ്പോ ഇതെന്തായാലും കഴിയട്ടെ കേട്ടാ. ലക്കി ഭാസ്കർ ഉണ്ട്, കിട്ടില്ല പടം.
നല്ല പടാ. എന്താ ഏതാ രാഷ്ട്രീയക്കാര വേഷത്തിൽ വന്നിട്ട് ലാസ്റ്റ് ചോദിക്കില്ലേ പിച്ചക്കാര വേഷം കിട്ടിച്ചോണ്ടിരില്ലേ അത് തന്നെയാ പറയണേ. അല്ല ഈ ട്യൂബ് പറയുന്നുണ്ട് ട്യൂബ് മേരോ പോയി പഞ്ചർ കിട്ടിയപ്പോ മൈൻഡ് പോയി. ഇങ്ങടല്ല കറങ്ങ വണ്ടി അങ്ങടല്ല പോണ. ഫ്രണ്ട് ടയർ എവിടെ ഇരിക്കണേ? നേരെ മാർക്ക് ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക്. അപ്പൊ നീ വണ്ടി ഇങ്ങനെ കൊണ്ടുപോണ വണ്ടി ഇതുപോലെ തന്നെ വെച്ചിട്ടാ പോണേ. നിങ്ങക്ക് പറഞ്ഞ മനസ്സിലാവണ്ട. ആ ഇങ്ങനെ ഇങ്ങനെ മറച്ചു വെക്കുമ്പോ തിരിച്ചിടണം. എന്തിനു പേരൊക്കെ നോക്കണേ? ഏത് ഡയറക്ഷനിലേക്കാ? ഇങ്ങടാ ഇത് നീ ഒരു പ്രാവശ്യം കൂടി ഊരിയില്ലേ? അല്ല ഇവിടെ ഇവിടെ ദൂരേണ്ടി വരും. ഇവിടെ ഇതുണ്ടോ? ഇല്ലല്ലോ ഒന്നും. നീ പെടലോടി ഇടുന്നതിനുള്ളിൽ ഗൈസ് ഇനിയുള്ള ഇതുകളെ മ്യൂട്ട് ചെയ്യാൻ പോവാണ് ഫുള്ള്. നമുക്ക് ഇവിടെ ഇരിക്കാം ഗൈസ്, നിലത്തിരിക്കട്ടാ. അത് ടയറിന്റെ റൊട്ടേഷൻ തീരുമാനമാവട്ടെ, എന്നിട്ട് നമുക്ക് പയ്യെ പോവാം. അങ്ങനെ അതിലൊരു തീരുമാനമായിട്ടാ. പഞ്ചർ ഒട്ടിച്ച് ട്യൂബ് മാറ്റിയിട്ടു. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു 8 കിലോമീറ്റർ ഉള്ളൂ. വേഗം നേരെ അങ്ങോട്ടേക്ക് പോവാട്ടോ. വെയിലായി തുടങ്ങി ഗൈസ്. ഇപ്പം എത്ര മണിയാണെന്നറിയോ? ഇപ്പോൾ 9 മണിയായി. ഉച്ചയാവട്ടോ. 40 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന്, വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. ഇനി തിരിച്ച് 40 കിലോമീറ്റർ. ചെക്ക് പോസ്റ്റാ. കുമ്പിട് ഓയിൽ പാം എസ്റ്റേറ്റ്, എണ്ണപ്പാടത്തിൻ്റെ ഉള്ളി കൂടെ കേട്ടോ. ഈ റൂട്ട് കൊള്ളാലോ. എവിടാനെ അന്ന് കണ്ടതാ? നൈസ്. ഇത് നൈസ് റൂട്ട് കേട്ടോ. ആണോ? അത് ഇത് നല്ല റൂട്ടാണ്. നല്ല രസമുണ്ട് റോഡ്. കിടിലം വഴി. അവിടെ ഒരു ക്ലൈമ്പ് മാത്രമുണ്ട്, അത് മാത്രം ഇഷ്ടപ്പെടാത്തുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളി. ഇനി ഒരാളില്ലേ നമ്മളപ്പം? 2 മണിയുണ്ട് അല്ലേ? ചെക്ക് പോസ്റ്റൊക്കെ ആയിട്ടിട്ട് അവിടെ. കൊള്ളാം. അതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിലല്ലേ പുലിനാട് എന്ന് പറഞ്ഞത്? പുലിക്ക് ഇവിടം വരെ എത്താൻ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല. വരണ്ട. ആ പറഞ്ഞ ആദ്യം പുലിയുടെ അടുത്ത് ഡയറ്റിലാന്ന്. സൈസുള്ള ആളപ്പുറത്തുണ്ട്. ആളെ പിടിച്ചോന്നു. കൊള്ളാലോ. നല്ല വ്യൂ ആയിട്ടാ ഈ ലൊക്കേഷൻ. ഇവിടേക്ക് വന്നിട്ടില്ല, പക്ഷെ ഇതിൻ്റെ ബാക്കിലൊരു ഇതിൻ്റെ കുരിശുമുടി ഉണ്ട് കേട്ടോ. നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയും കൊണ്ട് പോളിക്കണ്ട 10ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു പയ്യൻ പോളിക്കണ്ട ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് ഇതിനെക്കാട്ടും മുന്നൊരു ലൊക്കേഷൻ വരെ വന്നിട്ടുണ്ട് നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടേക്ക് ഈ റൂട്ട് ആദ്യമാണ്. ക്ലൈംബ് തന്നെയാണ് കേട്ടോ. ക്ലൈംബ് കഴിഞ്ഞിട്ടില്ല. 6 ആക്ക് അടിച്ചടിച്ച് കയറാം. ബാക്കിൽ വണ്ടിയുണ്ട്. പൊക്കോളൂ. ഇവിടുന്ന് ഏഴാറ്റുമുഖം ലെഫ്റ്റ് ഇട്ടാ. ഈ റൂട്ട് തന്നെ. ഇതാണ് ഏഴാറ്റുമുഖം എത്തണത്. എത്തില്ലേ ഏഴാറ്റുമുഖം? ആളിറങ്ങാ. ഏഴാറ്റുമുഖം എത്തി. സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര പേരുണ്ട് ടോട്ടല്? 7 പേരുണ്ടോ? 7 സൈക്കിൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അയ്യോ ഇത് ഭയങ്കര സൂപ്പർ വ്യൂ ആണല്ലോ. ഓക്കെ. ഏഴാറ്റുമുഖം കേട്ടോ. ഇവിടെ അങ്ങോട്ടേക്ക് എലൗഡ് അല്ല, പുറത്തേക്ക് ഇറങ്ങാൻ ഉള്ളിലേക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. പോണ വഴിയിൽ വേറൊരു ചെക്ക് ഡാം ഉണ്ട് കേട്ടോ. അതേസമയം ഇവിടെ നോക്കിയാൽ കുറേ ബൈക്ക് റൈഡേഴ്സ്, മോട്ടോർ സൈക്കിൾ റൈഡേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. മോനെ ട്രാൻസ്ലാബ് ഇരിക്കുന്നുണ്ടല്ലോ. 750 പുത്തൻ വണ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? കണ്ടിട്ട് ടയറും ഇതും കണ്ടിട്ട്. KL 01 പുത്തൻ വണ്ടിയാണെന്നുണ്ട് ട്രാൻസ്ലാബ്. അന്ന് ഓടിച്ചു നോക്കണം. തൃശ്ശൂർ ലോഞ്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
ലോഞ്ച് ചെയ്തു പറഞ്ഞിട്ട്. ഞാൻ കണ്ണാടി എടുത്തിട്ടില്ല. ഏതാ അത് നിങ്ങൾ ഓടിച്ചാൽ മതി, എനിക്ക് വേണ്ട. കണ്ണാടി എടുത്തിട്ടില്ല. അനിയൻ ചിക്കമംഗ്ലൂർ പോകണമെന്ന് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അനിയൻ ചിക്കമംഗ്ലൂരും കൂർഗും പോയിട്ട് അവൻ കണ്ണാടിയും കൊണ്ടാണ് പോയേ. ആരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവിടെ പോയിട്ട് സ്പോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് നേരത്തെ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അനിയനെ മൈസൂർ വെച്ച് കണ്ടു എന്ന് പറഞ്ഞിട്ട്. അത് രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അവൻ്റെ ഫോട്ടോസ് ഞാൻ കാട്ടിയാൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ആ ഹാങ്ങിങ് ബ്രിഡ്ജ് വരുന്നത് കേട്ടോ. എൻ്റെ മോനെ മറ്റേത് നോക്കി, നമ്മൾ മറ്റേ ചെറിയ ചെക്ക് ഡാമല്ല കണ്ടിട്ടുള്ളൂ, ഇത് ഹെവി സാധനം കേട്ടോ. ഫുള്ള് കറങ്ങി വരുന്നു. ഛേ, ഇത്ര വലിയ ഇതായിരുന്നില്ലേ? നോക്കിയേ, അടിപൊളി. ഇതാ ഇതൊക്കെ കണ്ട അവിടെ നോക്കി, ആ ഭാഗം കൊണ്ട് ഫുള്ള് ഇത് കേട്ടോ, ഹെവി അടിപൊളി സാധനം. ഛേ നോക്കി, ഞാൻ അത്ര വലുത് കണ്ടിട്ടില്ല കേട്ടോ. ഇത്ര വലുതാ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആറ്റം തൊട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. ആറ്റം തൊട്ട് ഫുള്ള് അവിടെ നിന്ന് ഫുള്ള് കറങ്ങിയിട്ടാണ് വരണേ. എൻ്റെ മോനെ, നമുക്ക് എന്തായാലും മേലെ കറങ്ങാം. മേലെ കയറിയിട്ട് ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറി നിൽക്കാം കേട്ടോ. ഹായ്, കണ്ടോ? സോ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടേക്ക് ശരിക്കും അലൗ ചെയ്യേണ്ടതായിരുന്നു അല്ലേ? അവിടെ വലിയ അല്ല, നല്ല രസമല്ലേ നോക്കിയേ. നല്ല താഴ്ച ഇതുണ്ടല്ലേ, ഹൈറ്റ് ഉണ്ടത്. മറ്റേ ഇതുപോലെയല്ല, ചെറുതുപോലെയല്ല, നല്ല ഹൈറ്റ് ഉണ്ടത്. ഇവിടെ നിന്ന് താഴോട്ടേ നല്ല ഹൈറ്റ് ഉണ്ടത്. അവിടെ നോക്കി അപ്പുറത്തും ഉണ്ട് കേട്ടോ. ഓ ഇത് മറ്റേ നരം കളിക്കാൻ മറ്റേ ആ ഇതല്ലേ, വാട്ടറിൽ സ്നോ ബോർഡ്, എന്ത് ബോർഡിങ്ങാ പറയാ, സ്കീ ബോർഡിങ്ങോ, ആ ഒഴുക്ക് വെള്ളത്തിൽ ചെയ്യുന്നൊരു ആക്ടിവിറ്റി ഉണ്ടല്ലോ, അത് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അവിടെ നല്ല ഒഴുക്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നിട്ട്. പക്ഷേ ഇതിങ്ങനെ എത്ര നല്ല സ്ഥലമുണ്ട് ഏഴാറ്റുമുഖം. ഇത് പുലുങ്ങുണ്ടത് തൂക്കുപാല. പക്ഷെ ഇങ്ങനെ ആടും ഇത് ആടുണ്ടോ നല്ലോണോ. ഇതെന്തായാലും കിട്ടില്ല വ്യൂ ആണ് ഗൈസ്, അടിപൊളിയാണ്. ഞാനായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല സ്ഥലം. ആട്ടാണ്ടിക്കണോ, ആര് ആട്ടണ ആട്ടാണ്ടിക്ക് ഇത് കൊള്ളാട്ടോ, അടിപൊളി അടിപൊളി സ്ഥലം. പാലത്തിന്റെ ഇപ്പുറത്തെ സൈഡ് നോക്കിയപ്പോൾ ഇവിടെ വേറെ ചെറിയ പാർക്കൊക്കെ കേട്ടോ. അവിടെ ട്രാമ്പലിങ്ങിന്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 50 രൂപ. ഇവിടെ മറ്റേ ഊട്ടിയിലൊക്കെ കാണുന്ന പോലെ ഷൂട്ടിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ചെറിയ പാർക്കുണ്ട്. ഞങ്ങളിപ്പോൾ ഈ വഴി ഇറങ്ങിയിട്ട് ചെറിയൊരു വാച്ച് ടവർ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ, അതിന് 20 രൂപ. സോ ഇവിടെ വരെ നടന്നു വന്നു കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് പിന്നെ വാച്ച് ടവറിന് വരെ പോകാമെന്ന് വിചാരിച്ചിട്ട് നല്ല സ്ട്രാറ്റജി അവരുടെ കൊള്ളാം. ഇതിൽ കൂടെ വന്നിട്ട് ഫുള്ളൊരു നല്ല വ്യൂ ഉണ്ട് കേട്ടോ, അടിപൊളി സ്ഥലം. ഇതൊന്നും വർക്കിംഗ് അല്ല കേട്ടോ, ഇവിടുത്തെ വർക്കിംഗ് അല്ലാന്നുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പയ്യെ നടന്നിട്ട് ഇനി തിരിച്ച് ഹാങ്ങിങ് ബ്രിഡ്ജ് കയറണമെങ്കിൽ കാശ് കൊടുക്കണം എടോ. തിരിച്ച് ഇനിയിപ്പോൾ അങ്ങോട്ട് കയറണമെങ്കിൽ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ കാശ് കൊടുക്കണം 50 രൂപ. ഇല്ലല്ല, അല്ല പറയാൻ പറ്റില്ലേ, മറ്റേ ഒരു കഥ കാട്ടില്ലേ, സൂവിൻ്റെ ഉള്ളിൽ കയറാൻ ഫ്രീ, സൂവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ കാശ് വേണമെന്ന് പറയണം. അതുപോലെ അല്ലല്ലോ അല്ലേ. ചെറിയൊരു പാർക്ക്, ഇത്ര വലിയ സ്പേസ് ഉണ്ടല്ലോ ഇവിടെ. പക്ഷേ നോക്കി വലിയ സ്ഥലമാണ് കേട്ടോ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അത് അവിടെ പാർക്കും എല്ലാമായിട്ട് വലിയൊരു സ്പേസ് ആണ് കേട്ടോ. ആ വാച്ച് ടവറിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ടല്ലോ. 2 നിലയുള്ളൂ, 20 രൂപയല്ലോ വാങ്ങിയ. 10 രൂപ ഒരു നില 10 രൂപ. 2 നിലയുള്ളൂ കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഫാമിലിയൊക്കെ ആയിട്ട് വരാണെങ്കിൽ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അത്. ഏഴാറ്റുമുഖം കണ്ടോ. ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റുന്ന സാധ്യതകളുണ്ടോ, ഒക്കെ ക്ലോസ്ഡോ അല്ല. അവിടെയൊക്കെ വേണമെങ്കിൽ ചേട്ടാ ഇറങ്ങണമായിരുന്നു കേട്ടോ. ഇറങ്ങാൻ കുറച്ച് വേണമെങ്കിൽ ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച്. ഇതാണ് വാച്ച് ടവർ എന്ന് പറഞ്ഞാലേ. വാച്ച് ടവർ എന്ന് പറയാൻ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഒരു നില ജസ്റ്റ് ഒന്ന് മേലോട്ട് കയറി. ഇതാണ് വാച്ച് ടവർ. ഓക്കെ, അവർക്ക് നഷ്ടമാണ്, 10 രൂപ പോയി. 10 രൂപ അവർക്ക് നഷ്ടമായിരുന്നു. അതാണ് കേട്ടോ വാച്ച് ടവർ എന്ന് പറഞ്ഞത്. ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലോ. ആരാ കണ്ടോ? അതന്നെ പിള്ളേർക്ക് പറയാൻ കിട്ടുന്നില്ല പേര്. അവർ കണ്ടിട്ടുണ്ട്, പക്ഷെ പേര് പറയാൻ കിട്ടുന്നില്ല. ഹാപ്പി ആയില്ലേ? മറ്റേ പിള്ളേര് വന്നിട്ട് മറ്റേ ആളൊന്ന്
താങ്ക് യു. ഞാൻ ഒരു ഉപ്പിട്ടിട്ട് ഉപ്പും സോഡയും നാരങ്ങ വെള്ളം എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നത്. കിടന്ന സാധനം കസ്കസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആരെ തലോടാൻ വിളിച്ചേ? ആ, വിളിച്ച ആൾക്ക് കിട്ടും. അങ്ങനെ നമ്മൾ അവിടെ നിന്നും തിരിയുകയാണ് ഗൈസ്. ഇവിടുത്തെ ലൊക്കേഷൻ ഇത് കഴിഞ്ഞിട്ടാ. ചിലവർ അതിരപ്പള്ളി പോകണമെന്നുണ്ട്. ഈ സാധനത്തിന് ഇങ്ങനെ ഫീഡ് ചെയ്യരുത് കേട്ടോ. നോക്കിയാൽ ഓറഞ്ച് കൊടുക്കണം, അങ്ങനെ ഫീഡ് ചെയ്തിരിക്കും കേട്ടോ. അതിനൊരിക്കലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര ഉപദ്രവമാവും കേട്ടോ. പിന്നെ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാലേ അവർക്ക് പറയാണ്ടായിരിക്കും അവർ ഫീഡ് ചെയ്യുന്നുണ്ടാവുക. സാധനത്തിന് ഒരിക്കലും ഫീഡ് ചെയ്തിരിക്കുമോ. പിന്നെ ഒരു സാധനം നമുക്ക് കയ്യിൽ തട്ടി പറിക്കാൻ വരും കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ പറഞ്ഞാലേ? അല്ലേ, ബാക്കിയുള്ളവർ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ തട്ടി മേടിക്കും. നമ്മളത് ഫീഡ് ചെയ്യരുത് ഒരിക്കലും. അവരെ കാശ് കൊടുത്ത് കുറങ്ങാൻ പോട്ടെ, പണിയെടുക്കട്ടെ, ജോലിക്ക് പോട്ടെ, വെറുതെ മരത്തമ്മ തൂങ്ങി നിൽക്കല്ലേ. അതെ, ഓസിന് ഫുഡ് അടിക്കല്ലേ, വെറുതെ മറിഞ്ഞാടി കിടക്കുക, പണിക്ക് പോട്ടെ അവര്. അയ്യോ, ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നതാ മുഖത്തിറന്ന മാസ്ക്. ആ സാധനം കുരങ്ങൻ അടിച്ചു മാറ്റി കൊണ്ടുപോയതുകൊണ്ട് കേട്ടാ. ഏതെങ്കിലും ഇതിൻ്റെ മേലെ ഉണ്ടാവും, മാവിൻ്റെ മേലെ ഉണ്ടാവും. കുരപ്പന്മാർ ഇഷ്ടാ, ഉപദ്രവമായിരുന്നു കേട്ടോ കുരങ്ങന്മാർ. ഛേ, എനിക്കിഷ്ടപ്പെട്ടില്ല ഈ കുരങ്ങന്മാരെ. ചില സ്ഥലത്തൊക്കെ നല്ല സ്നേഹമുള്ളവരാ. ഇനി വീടെത്തുമ്പോഴേക്കും ഒരു പരുവാട്ടോ. കണ്ണാടിയുമില്ല, മറ്റേ മാസ്കും ഇല്ല. തീരുമാനമാകുന്നുണ്ട്. കാലത്ത് സംസ്കൃതി കൊണ്ട് നയിച്ചതാ. കരിവാളിച്ചൊരു പരുവാവും. ഇനിയിപ്പോൾ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൂട്ട് എടുത്തിട്ട് നേരെ പോയാൽ സിൽവർ സ്റ്റോം. അവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിരപ്പള്ളി, ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലേ ചാലക്കുടി അല്ലേ? ആ, ചാലക്കുടി ആ റൂട്ടിൽ കയറാട്ടോ. ചിലവർ അവർ 2-3 പേര് അതിരപ്പള്ളി കയറാൻ പോകുന്നു പറയുന്നുണ്ട്. 10:30 എനിക്ക് വയ്യ ഉച്ചയ്ക്ക് കയറാൻ. ഞാൻ എപ്പോഴും കാലത്ത് റൈഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ ഈവനിങ്, വെയിലത്ത് രക്ഷയില്ല. നമുക്ക് വീട്ടിൽ പോകാം കേട്ടോ. നമുക്ക് വീട്ടിൽ പോവാം. ഇവരെല്ലാവരും കൂടിയിട്ട് വീണ്ടും അതിരപ്പള്ളി പോവാണ്. ഇപ്പോൾ സിൽവർ സ്റ്റോം, സ്നോ സ്റ്റോം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടാ. അപ്പോൾ പോവാം, അങ്ങോട്ട് പോവാം. കൊണ്ട് അപ്പോൾ താറ്റ, അടുത്ത റൈഡിന് കാണാം. ബൈ ശരത്താട്ട, ബൈ, കാണാം. അടുത്ത റൈഡിന് കാണാം. നിങ്ങളുണ്ട്, ബൈ താറ്റ, അടുത്ത റൈഡിന് കാണാം. ഗൈസ്, നമ്മൾ മറ്റേ CSR ചെക്ക് ഡാമിലേക്ക് വന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കിടന്നു വരാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ലല്ലോ മോനെ, ഭയങ്കര ചൂട് കേട്ടോ. അവിടെ നിന്ന് തുപ്പരിക്കോട്ടാ. ഒമ്പോ പൊളിച്ച്. ഓ മോനെ, ഇത് അവിടെ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടിയും അടിപൊളിയായിരുന്നു കേട്ടോ. പുറം ഭയങ്കര ഇത് കേട്ടോ, ഭയങ്കര പുറം ഇത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നനച്ച് ഷൂ ഞാൻ ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ചു കേട്ടോ. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്ന് ഒരു തണവ്, ഒരു സമാധാനം കേട്ടോ. ഇത് മറ്റേ അവിടെയുള്ള ഒരു പാലത്തിൽ കൂടെയാണ്, ഏതോ പാലത്തിൽ കൂടെയാണ്. അല്ലാട്ടോ ആ പാലം കാണാനില്ലല്ലോ. നമ്മൾ വന്നപ്പോൾ ഒരു പാലം കണ്ടില്ല അവിടെ, അതല്ല അതുകൊണ്ട് കേട്ടോ. ആ പാലല്ല. അപ്പോൾ ഇതല്ല, ഈ ചെക്ക് ഡാമല്ല കണ്ടത് നമ്മൾ, വേറൊരു ചെക്ക് ഡാമ കണ്ടതുകൊണ്ട് കേട്ടോ. എന്തിനാ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പോട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ഇവിടെ കിടക്കില്ലേ, ഓരപ്പം കെട്ട് കിടക്കില്ലേ, അതേ സെയിം സാധനമുള്ളൂ. പരിചയക്കാർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കിടക്കാന്നുള്ളൂ. എനിക്ക് അതല്ല പേടി. കിടക്കണേ നടുവിൽ കുഴി ഉണ്ടെങ്കിലോ നമുക്കറിയില്ല. ഇപ്പൊ കാല് മടങ്ങി ഒന്ന് വീഴേ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് ചിലപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ചെക്കിടാൻ ഇങ്ങനത്തെ ഇതുകളൊക്കെ ക്രോസ് ചെയ്യണതായിരിക്കും കേട്ടോ. സ്ഥിരം നാട്ടുകാരായിരിക്കും. ഞാനിത് പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ ഇങ്ങനത്തെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ദിസ് കൈൻഡ് ഓഫ് പ്ലേസ്. ഇത് കൊള്ളാം. ഞാൻ വിരൂപനാവും. മേക്കപ്പ് ഇടല്ല, ഞാൻ ആ റൈഡിന്റെ ആ ഒരു ടയേർഡ്നെസ് കാട്ടാൻ വേണ്ടിട്ടാ വ്ളോഗ് എടുത്തത്. കഴിച്ച് ഞങ്ങളിവിടെ വെയിൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടാ. സമയം ഇപ്പോൾ 1 മണിയായി. സമയം 1 മണി 12:50. ഹൈവേ കയറിയപ്പോൾ നല്ല വെയിലായിട്ടാ. അപ്പം ഞാൻ ആളിങ്ങനെ ആ ഒരു
വയ്യായ വ്ളോഗിൽ എത്തിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആള് മുഖമൊക്കെ മൂട്ടിയൊക്കെ കുട്ടപ്പനാവണ്. ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കുക. അപ്പോൾ അവിടെ നിന്ന് സീൻ ഞങ്ങൾ തണൽ കണ്ടപ്പോൾ ഇരുന്ന് പോയിട്ടാ. അപ്പം നയാരയുടെ പമ്പിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല തണുത്ത വെള്ളം കിട്ടി. റിലയൻസാ നയാരാണ്. ഓ നായരാണ്. അപ്പോൾ വെള്ളം കിട്ടിയപ്പോൾ ജസ്റ്റ് ഇവിടെ ഇരുന്നു കേട്ടോ. അവരൊക്കെ എണീറ്റ് തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടി വന്നു. ഇനിയിപ്പോൾ വീടെത്തിയിട്ട് ഉള്ളൂ കേട്ടോ. ഡയറക്റ്റ് 20 കിലോമീറ്റർ ഉള്ളൂ. 1 മണി. നല്ല രസമാണ്. അപ്പോൾ കഴിച്ച അത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. ഐസ് എടുത്തിട്ട് നമ്മൾ നേരെ സാധനം കുളിക്കാൻ പോവാണ്. സൈക്കിൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്. കിടിലൻ വ്ളോഗായിട്ട് വരുന്നതാണ്. ഇത്രയ്ക്ക് ടഫായിട്ട് ഞാൻ ഇതുവരെ കുറച്ച് നാളായിട്ടാണ് ചെയ്തിട്ട്. ഇത്രയ്ക്ക് ടഫ് സാധനങ്ങൾ നമ്മൾ വെയിലത്ത് ചവിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കൊരു ഹെവി സാധനം ഇപ്പോഴാണ്. കാരണം ഞാൻ മാസ്ക് അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വയ്ക്കാറുണ്ടായിരുന്നു. മുഖം നോക്കി ടാൻ അടിച്ചിട്ടൊരു പരുവായിട്ടാ. കത്തിക്കരിവാളിച്ചിട്ടൊരു പരുവായി. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും വ്ളോഗ് വരുന്നുണ്ട് 6 മണിക്ക് കൃത്യം. നാളെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, മാനുവൽ കാറ്. അപ്പോൾ എന്തായാലും നാളെ കാണാം. ബൈ.